എന്തിനാ അറിയില്ലടാ. ധോണിയെ കണ്ടോടാ? ഇല്ലടാ. ധോണിയെ കണ്ടോ? ഇല്ലടാ കണ്ടില്ല. നോക്കിട്ട് അവനപ്പുറത്ത് റൂം ഉണ്ടാവുക. എടാ കൊറേ നേരമായിട്ട് അവനെ കാണുന്നില്ല. നമുക്ക് നോക്കിട്ട് വരാം. എടാ ഞാൻ അപ്പുറത്ത് നോക്കടാ. എന്താടാ ഒരു കാര്യം ചെയ്ത് സമയത്ത് എടാ കൊറേ നേരമായിട്ട് അവനെ കാണുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നു. അതുകൊണ്ടിരിക്കുന്നു. അതെ ധോണി ഹലോ. ആ ലിസ്റ്റോ വാട്സപ്പ് ചെയ്തേക്ക്. ഞാൻ നോക്കിക്കോളാം. ഓക്കേടാ, ശരി, പിന്നെ കാണാം. ബൈ. എന്താടാ കാര്യം? ഒന്നുമില്ലടാ, കുറച്ചു നേരം ഞാൻ ചുമ്മാ പുറകോട്ട് നോക്കിയിരിക്കുവായിരുന്നു. അല്ല നീ എന്താ ഉദ്ദേശിച്ചേ? ഒന്നുമില്ലടാ, നമ്മുടെ സീനിയേഴ്സിന്റെ ഫെയർവെൽ ഒക്കെ വരുമല്ലേ, അതാണ് കാര്യം. നമ്മൾ ഈ കോളേജിൽ വന്ന് ഓർക്കുന്നുണ്ടോ? എന്ത് പെട്ടെന്നല്ലേ സമയം പോയെ. ഇപ്പൊ നമ്മുടെ സീനിയേഴ്സും പോവും, അടുത്ത വട്ടം നമ്മളും പോവും. എന്റെ പൊന്നല്ലേ നീ ഇങ്ങനെ ശോകം പറയും. ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് തന്നെ വിഷമം വരുന്നു. ഒന്നാമത് ആ സീനിയേഴ്സ് ഇവിടെ നിന്ന് ഓടിപ്പോകാൻ നിൽക്കുന്ന ഈ സമയത്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സീനിയേഴ്സ് ഒരു അടിപൊളി ഫെയർവെൽ കൊടുക്കുക. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ആ അതും ശരിയാട്ടോ. നമുക്ക് നമ്മുടെ സീനിയേഴ്സിന് അടിപൊളി ഫെയർവെൽ കൊടുക്കാം. സോ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് അവർ തന്നെയാണ്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ഇന്ന് ഈ കലാലയത്തോട് നമ്മൾ വിട പറയുകയാണ്. ഒരുപാട് ഇഷ്ടങ്ങളും ഓർമ്മകളും ഈ ചുവരുകൾക്കുള്ളിൽ ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നിറങ്ങുന്നു. ഫെയർവെൽ. പിരിയില്ല നമ്മൾ, പിരിയില്ല നമ്മൾ, ഈ സ്നേഹക്കൂട്ടിൽ നിന്നും അകലില്ല നമ്മൾ. പിരിയില്ല നമ്മൾ, പിരിയില്ല നമ്മൾ, ഈ സ്നേഹക്കൂട്ടിൽ നിന്നും അകലില്ല നമ്മൾ. പിരിയില്ല നമ്മൾ, പിരിയില്ല നമ്മൾ, ഈ സ്നേഹക്കൂട്ടിൽ നിന്നും അകലിൽ. ഈ വിജയ വഴികൾ തൻ പടവിൽ നാം കൈകൾ കോർത്തു മുന്നേറി. ഇനി എന്നും എന്നും ഓർമ്മിക്കാൻ ഈ സ്നേഹ സംഗമം മാത്രം. പിരിയില്ല നമ്മൾ, പിരിയില്ല നമ്മൾ, ഈ സ്നേഹക്കൂട്ടിൽ നിന്നും അകലില്ല നമ്മൾ. പിരിയില്ല നമ്മൾ, പിരിയില്ല നമ്മൾ, ഈ സ്നേഹക്കൂട്ടിൽ നിന്നും അകലില്ല നമ്മൾ. ഈ സ്നേഹക്കൂട്ടിൽ നിന്നും
സ്നേഹക്കൂട്ടിൽ